നമസ്കാരം. മലയാള മനോരമ ദിനപത്രത്തിൻ്റെ മുൻ പേജിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിക്കാരനായ മണികണ്ഠൻ എന്നൊരു ചെറുപ്പക്കാരൻ ഒരു പ്രൈവറ്റ് ബസ് വാങ്ങി. എന്നാൽ 3 മാസമായി ഈ ബസ് കട്ടപ്പുറത്താണ്. 2022 ഇയാൾ ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങിയത്. തൻ്റെ സ്വന്തം നാടായ അട്ടപ്പാടിയിലൂടെ തന്നെ ബസ് ഓടിക്കണമെന്നായിരുന്നു ഈ ചെറുപ്പക്കാരൻ്റെ ആഗ്രഹം. കേരളത്തിൻ്റെ അതിർത്തിയായ മുള്ളിയിൽ നിന്ന് കുറവൻപാടിയിലേക്കും കോട്ടത്തറ, പുത്തൂർ, ഉമ്മത്തമ്പടിയിലേക്കും മുമ്പ് ഓടിയിരുന്ന സ്വകാര്യ ബസ്സുകളുടെ സമയക്രമമാണ് മണികണ്ഠൻ ചോദിച്ചത്. എന്നാൽ സ്വകാര്യ ബസ്സുകളുടെ മുതലാളിമാർ കൂടി പങ്കെടുത്ത യോഗത്തിൽ തീരെ ലാഭകരമല്ലാത്ത മറ്റൊരു സമയമാണ് തനിക്ക് അനുവദിച്ചത് എന്നാണ് മണികണ്ഠൻ്റെ പരാതി. ഇനി എന്തുകൊണ്ടാണ് ഇതൊരു വലിയ വാർത്തയായി മലയാള മനോരമ മുൻ പേജിൽ തന്നെ പ്രസിദ്ധീകരിച്ചത്? മണികണ്ഠൻ ആദിവാസി വിഭാഗമായ ഇരുള വിഭാഗത്തിൽപ്പെട്ടയാളായതുകൊണ്ടാണ്. ഇനി എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? പാലക്കാട് RTO CU മുജീബ് പറയുന്നത്, മറ്റു ബസ്സുടമകൾ കൂടി പങ്കെടുക്കുന്ന ടൈമിംഗ് കോൺഫറൻസിലാണ് ബസ്സുകളുടെ സമയക്രമം തീരുമാനിക്കുന്നത്. ആ റൂട്ടിലോടുന്ന മറ്റു ബസ്സുകളുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്ത് എല്ലാവർക്കും സൗകര്യമുള്ള ഒരു സമയമാണ് നൽകുന്നത്. 2 RTOമാരുടെ നേതൃത്വത്തിൽ 3 തവണ ടൈമിംഗ് കോൺഫറൻസ് നടത്തി മണികണ്ഠന് സമയം അനുവദിച്ചു. പക്ഷേ അയാൾക്ക് അതൊന്നും പറ്റില്ല. ഇങ്ങനെയാണ് പാലക്കാട് RTO പറയുന്നത്. അതായത് ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളായതുകൊണ്ട് മാത്രം മറ്റ് ബസ്സുകളുടെ സമയവും സൗകര്യങ്ങളും ഒന്നും കണക്കിലെടുക്കാതെ അതെല്ലാം മാറ്റിവെച്ച് തനിക്ക് താൻ ചോദിക്കുന്ന സമയം തരണം. ഇതാണ് മണികണ്ഠൻ്റെ ആവശ്യം. ഇതെങ്ങനെ ശരിയാകും? നഷ്ടം സഹിച്ച് കുറേ ഓടിയെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി വന്നപ്പോൾ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെ കണ്ട് കാര്യം പറഞ്ഞു. ആദിവാസി യുവാക്കൾ ഈ മേഖലയിൽ അപൂർവമാണ് എന്നത് കണക്കിലെടുത്ത സർവീസ് നിലനിർത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയെന്നും, എന്നാൽ മന്ത്രിയുടെ നിർദ്ദേശം പാലിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നുമാണ് മണികണ്ഠൻ പറയുന്നത്. മാത്രമല്ല, ജാതി കാർഡും മണികണ്ഠൻ ഇറക്കുന്നുണ്ട്. ആദിവാസി ബസ് മേടിച്ചാൽ ഇങ്ങനെയൊക്കെ മതിയെന്ന് പലരും വിചാരിക്കും. ആരും വിചാരിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളെപ്പോലെ ഒരാൾ അഭിമാനമാണെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത്. എനിക്ക് ഏത് സമയം തന്നാലും തൃപ്തിയാകില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എനിക്കും ഊരുകാർക്കും സൗകര്യപ്പെടുന്ന സമയമാണ് ചോദിച്ചത്. ഇതാണ് മണികണ്ഠൻ്റെ വാദം. മണികണ്ഠൻ തന്നെ പറയുന്നുണ്ട്, തനിക്കും ഊരുകാർക്കും സൗകര്യപ്പെടുന്ന സമയമാണ് ചോദിച്ചത് എന്ന്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളാണെന്ന് കരുതി, പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമമുണ്ടെന്ന് കരുതി മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് അത് തനിക്ക് നൽകണമെന്ന് മണികണ്ഠൻ പറയുന്നതിലെ യുക്തി മനസ്സിലാകുന്നില്ല. ആദിവാസി ബസ് മേടിച്ചാൽ ഇങ്ങനെയൊക്കെ മതിയെന്ന് പലരും വിചാരിക്കും എന്നാണ് മണികണ്ഠൻ പറയുന്നത്. ആദിവാസിയല്ല, ആര് ബസ് വാങ്ങിയാലും മറ്റുള്ളവർക്ക് ഒരു ഛേദവുമില്ല. ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ടല്ല ആരും ബസ്സിൽ കയറുന്നതും. മണികണ്ഠൻ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളായതുകൊണ്ട് അയാൾ തകരണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഇല്ല. പകരം ജാതിക്കാര്യം പറഞ്ഞ് ഇതൊന്ന് ആളിക്കത്തിക്കാനാണ് മണികണ്ഠൻ്റെ ശ്രമം. ഇനി RTO ഓഫീസറുടെ പേരിലോ മറ്റ് ബസ്സുടമകളുടെ പേരിലോ ഒക്കെ SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസ് കൊടുക്കാതിരുന്നാൽ ഭാഗ്യം. മലയാള മനോരമയിൽ പ്രസിദ്ധീകരിച്ച ഈയൊരു റിപ്പോർട്ട് വായിക്കുമ്പോൾ മണികണ്ഠൻ്റെ പക്ഷത്ത് ന്യായമുള്ളതായി നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് താൻ ആഗ്രഹിക്കുന്ന റൂട്ട് തനിക്ക് കിട്ടണം. അതാണ് മണികണ്ഠൻ്റെ ആവശ്യം. ബസ് വാങ്ങിയ ഒരു ആദിവാസി യുവാവിനെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റു ബസ്സുടമകളും കൂടി തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ചിത്രീകരിച്ചാൽ മാധ്യമങ്ങൾ ഇളകും, ദളിത് ആക്ടിവിസ്റ്റുകൾ ഇളകും, ദളിത് മനുഷ്യാവകാശ പ്രവർത്തകർ ഇളകും. അതായിരിക്കാം മണികണ്ഠനും ഉദ്ദേശിക്കുന്നത്. ഈ അടുത്ത കാലത്തായി വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള ഒരു ആയുധമായി നിരവധി പേർ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തെ ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ പെരുകി വരുന്ന SC/ST അട്രോസിറ്റീസ് ആക്ട് കേസുകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. 99% കേസുകളിലും പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ല. കാരണം കോടതിയിൽ ചെല്ലുമ്പോൾ തെളിവുകളില്ലാത്തതിനാൽ കേസുകൾ തള്ളിപ്പോകും. വലിയൊരു വിഭാഗം കേസുകളും ഒത്തുതീർപ്പാക്കുകയാണ് ചെയ്യുന്നത്. ആ ഒത്തുതീർപ്പ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ കേസിൽപ്പെട്ടിട്ടുള്ള വാദികൾക്കും പ്രതികൾക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാകും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടാത്തവർ എന്തെങ്കിലും ജോലിക്ക് ആളെ എടുക്കുമ്പോൾ പോലും ഇപ്പോൾ ജാഗ്രത കാണിക്കാറുണ്ട്. കാരണം 2 വ്യക്തികളാകുമ്പോൾ, പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിലാകുമ്പോൾ ഏത് സമയത്തും അസ്വാരസ്യങ്ങളുണ്ടാകാം. അപ്പോൾ SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസ് കൊടുക്കും. പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ പോലീസിനെതിരെ മുകളിലുള്ള ഉദ്യോഗസ്ഥർക്കോ മുഖ്യമന്ത്രിക്കോ വകുപ്പ് മന്ത്രിക്കോ ഒക്കെ കേസ് കൊടുക്കും. അതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് നിർബന്ധിതരാകും. ഇതാണ് പലരെയും ഇപ്പോൾ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലുടമകളിൽ പലരും ഇപ്പോൾ ജാഗ്രത പാലിക്കാറുണ്ട്. അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇത്തരത്തിൽ നിയമം ദുരുപയോഗം ചെയ്യുന്നവർക്ക് തന്നെയായിരിക്കുകയും ചെയ്യും. ഈ ഒരു നിയമത്തിൽ, അതായത് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിൽ ശക്തമായ ഭേദഗതി കൊണ്ടുവരികയോ ഈ നിയമം റദ്ദാക്കുകയോ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്.